വീണ്ടും ഒരു ആഗോള യുദ്ധഭീതിയുടെ നിഴലിലാഴ്ത്തിക്കൊണ്ട് ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പ്രഖ്യാപിച്ച പുതിയ നിയന്ത്രണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വൻ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുകയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ആണവ നിലയത്തിന് നേരെ നടന്ന അപ്രതീക്ഷിത ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് തന്ത്രപ്രധാനമായ ഈ സമുദ്രപാതയിൽ ഇറാൻ തങ്ങളുടെ അധികാരം കർശനമാക്കിയത്. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സമാധാനാന്തരീക്ഷം പൂർണ്ണമായും തകർക്കുന്ന രീതിയിലാണ് ഇറാന്റെ പുതിയ നീക്കങ്ങളെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാൻ പുതുതായി രൂപീകരിച്ച പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റി എന്ന പ്രത്യേക സംവിധാനമാണ് ഇപ്പോൾ വിവാദപരമായ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും തങ്ങളുടെ പൂർണ്ണമായ നിയന്ത്രണ മേഖലയായി പ്രഖ്യാപിച്ച ഈ അതോറിറ്റി യുഎഇയുടെ സമുദ്രാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ജലാശയങ്ങൾ വരെ തങ്ങളുടെ പരിധിയിലാക്കിയിട്ടുണ്ട്. ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന എല്ലാ അന്താരാഷ്ട്ര കപ്പലുകളും ഇനി മുതൽ തങ്ങളിൽ നിന്ന് പ്രത്യേക അനുമതി പത്രം വാങ്ങണമെന്ന കർശന നിർദ്ദേശമാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ പ്രതിദിനം ആവശ്യമുള്ള അസംസ്കൃത എണ്ണയുടെ 1/5 കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ ചാലാണ് ഹോർമുസ് കടലിടുക്ക്. അതുകൊണ്ട് തന്നെ യുഎഇ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ തന്ത്രപ്രധാന പാതയിൽ ഇറാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ആഗോള ഊർജ്ജ വിപണിയെയും സാമ്പത്തിക വ്യവസ്ഥയെയും തകിടം മറിക്കാൻ പോന്നതാണ്. ഇറാന്റെ ഈ കടന്നുകയറ്റം തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമായാണ് യുഎഇയും മറ്റ് അറബ് രാഷ്ട്രങ്ങളും കാണുന്നത്. ഈ പുതിയ പ്രതിസന്ധിക്ക് തൊട്ടു മുൻപ് യുഎഇയുടെ ആണവ നിലയത്തിന് നേരെ നടന്ന ഈ ആക്രമണം മേഖലയിലെ പിരിമുറുക്കം അതിന്റെ പരകോടിയിൽ എത്തിച്ചിരുന്നു. ആണവ നിലയത്തെ ലക്ഷ്യമിട്ടിട്ടുണ്ടായ ഡ്രോൺ മിസൈൽ ആക്രമണം യുഎഇയുടെ പ്രതിരോധ സംവിധാനങ്ങളെ പരീക്ഷിക്കുന്ന ഒന്നായിരുന്നു. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് ലോകം കനത്ത ജാഗ്രതയിൽ തുടരുന്നതിനിടയിലാണ് തീയോട് കളിക്കുന്ന രീതിയിൽ കടലതിർത്തികൾ ഏകപക്ഷീയമായി പുനർനിർണയിച്ചുകൊണ്ട് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത്. വസ്തുതകൾ പരിശോധിച്ചാൽ ഈ പ്രദേശം നിലവിൽ ഇരട്ട ഉപരോധത്തിന്റെ പിടിയിലാണ് അമർന്നിരിക്കുന്നത്. ഒരു കാലത്ത് സ്വതന്ത്ര കപ്പൽ ഗതാഗതം സജീവമായിരുന്ന ഹോർമുസ് ഇപ്പോൾ അമേരിക്കയുടെയും ഇറാന്റെയും പരസ്പരമുള്ള സൈനിക സാമ്പത്തിക ഉപരോധങ്ങളാൽ ശ്വാസം മുട്ടുകയാണ്. അമേരിക്കൻ നാവികസേന ഇറാനിലേക്കുള്ള കപ്പലുകളെ നിരീക്ഷിക്കുകയും തടയുകയും ചെയ്യുമ്പോൾ മറുഭാഗത്ത് ഇറാൻ അമേരിക്കൻ അനുകൂല രാജ്യങ്ങളുടെ കപ്പലുകളെ ലക്ഷ്യമിട്ട് സമാനമായ നീക്കങ്ങൾ നടത്തുന്നു. ഈ ഇരട്ട ഉപരോധം അന്താരാഷ്ട്ര വ്യാപാര കപ്പലുകളുടെ സുഗമമായ സഞ്ചാരം പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരിക്കുന്നു. ഇറാന്റെ പുതിയ വ്യവസ്ഥയനുസരിച്ച് അനുമതിയില്ലാതെ കടക്കുന്ന കപ്പലുകളെ പിടിച്ചെടുക്കാനോ സൈനിക നടപടി സ്വീകരിക്കാനോ തങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റി വാദിക്കുന്നത്. ഇത് യുഎഇയുടെ കടൽ തീരങ്ങളിലേക്ക് ഇറാൻ സൈന്യത്തെ കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കും. കപ്പലുകൾക്ക് പെർമിറ്റ് നിർബന്ധമാക്കിയതിലൂടെ ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണമായ താക്കോൽ തങ്ങളുടെ കൈകളിലാണെന്ന് ആഗോള സമൂഹത്തിന് കാണിച്ചു കൊടുക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഈ കടുത്ത അന്താരാഷ്ട്ര പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സാധിക്കാതെ ആഗോള സാമ്പത്തിക വിദഗ്ധരും സൈനിക വിശകലന വിദഗ്ധരും ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ്. എണ്ണവില കുതിച്ചുയരുന്നത് തടയാനും ആഗോള വിതരണ ശൃംഖല തകരാതിരിക്കാനും ഹോർമുസിന് പകരമായി മറ്റ് സംവിധാനങ്ങൾ കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമായി വന്നിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി വളരെ വിചിത്രവും പ്രായോഗികമായി കഠിനവുമായ ചില ചിന്തകളാണ് ഇപ്പോൾ ചർച്ചകളിൽ നിന്നും ഉയർന്നു വരുന്നത്. ഇത്തരത്തിൽ ഉയർന്നു കേൾക്കുന്ന ഏറ്റവും കൗതുകകരവും അതേസമയം അതിശയിപ്പിക്കുന്നതുമായ ഒരു ആശയമാണ് ഒമാന്റെ കീഴിലുള്ള മുസന്തം ഉപദ്വീപിലൂടെ ഒരു കൃത്രിമ കനാൽ നിർമ്മിക്കുക എന്നത്. ഹോർമുസ് കടലിടുക്കിനെ പൂർണ്ണമായും മറികടന്നുകൊണ്ട് പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഉൾക്കടലുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു മിനി സൂയസ് കനാൽ ഇവിടെ കൊത്തിയുണ്ടാക്കാൻ സാധിക്കുമോ എന്നാണ് വിദഗ്ധർ പകുതി തമാശയായും പകുതി ഗൗരവത്തോടെയും ആലോചിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായി വളരെ സങ്കീർണവും മലനിരകൾ നിറഞ്ഞതുമായ ഒരു പ്രദേശമാണ് മുസന്തം ഉപദ്വീപ്. എങ്കിലും ഇറാന്റെ ഭീഷണിയെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ മലകൾ തുറന്ന് ഇത്തരം ഒരു കപ്പൽ ചാൽ നിർമ്മിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യുമെന്നാണ് ചില തന്ത്രജ്ഞർ വിലയിരുത്തുന്നത്. എന്നാൽ ഇതൊരു ഹ്രസ്വകാല പരിഹാരമല്ലെന്നും വർഷങ്ങളുടെ കഠിനാധ്വാനവും കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപവും ആവശ്യമുള്ള അതിഭാവുകത്വ പദ്ധതിയാണിതെന്നും മറുവിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ അറബ് ലോകത്ത് വലിയ തോതിലുള്ള പരിഭ്രാന്തിയാണ് ഇറാന്റെ ഈ നീക്കം ഉണ്ടാക്കിയിരിക്കുന്നത്. സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങിയ GCC രാജ്യങ്ങൾ ഇറാന്റെ പുതിയ അതോറിറ്റിയുടെ തീരുമാനങ്ങളെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്.
ഇറാന്റെ കടന്നുകയറ്റം തങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്ന ഭയം ഈ രാജ്യങ്ങൾക്കുണ്ട്. കൂടാതെ ഈ മേഖലയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം കൂടുതൽ ശക്തമാക്കാൻ ഇത് കാരണമാകുമെന്നും അവർ കരുതുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളും ഈ വിഷയത്തിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. കപ്പലുകൾക്ക് പെർമിറ്റ് ഏർപ്പെടുത്തിയത് അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നാണ് അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും വ്യക്തമാക്കുന്നത്. ഹോർമുസിലെ സ്വതന്ത്ര കപ്പൽ ഗതാഗതം ഉറപ്പാക്കാൻ ആവശ്യമായി വന്നാൽ സൈനിക നടപടി ഉപയോഗിക്കാനും മടിക്കില്ലെന്ന മുന്നറിയിപ്പ് അമേരിക്കൻ നാവികസേനാ വക്താക്കൾ നൽകിക്കഴിഞ്ഞു. UAE ആണവ നിലയത്തിന് നേരെ ആക്രമണം നടത്തിയവർ ആരാണെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ലെങ്കിലും അതിന്റെ തൊട്ടു പിന്നാലെ ഇറാൻ ഇങ്ങനെയൊരു നീക്കം നടത്തിയത് യാദൃശ്ചികമല്ല എന്നാണ് നയതന്ത്രജ്ഞർ കരുതുന്നത്. UAE സാമ്പത്തികമായും സൈനികമായും സമ്മർദ്ദത്തിലാക്കാനും മേഖലയിലെ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാനും ഇറാൻ ഈ അവസരം കൃത്യമായി ഉപയോഗിക്കുകയായിരുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്ത് തടസ്സപ്പെട്ടാൽ അത് വികസ്വര രാജ്യങ്ങളുടെ വലിയ തോതിലുള്ള സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകും. ഇന്ത്യ ഉൾപ്പെടെയുള്ള ആഷ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ഊർജ ആവശ്യങ്ങൾക്കായി പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ റൂട്ടിനെയാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ പുതിയ പെർമിറ്റ് രാജ് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരാൻ ഇടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. യുദ്ധസമാനമായ ഈ അന്തരീക്ഷം ലഘൂകരിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അടിയന്തര ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും പ്രശ്നപരിഹാരം വിദൂരമാണ്. തങ്ങളുടെ പരമാധികാര മേഖലയിൽ ഇടപെടാൻ ആരെയും അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാന്റെ പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റി. വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ എന്ത് സംഭവിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. മുസന്തം ഉപദ്വീപിലെ കനാൽ നിർമ്മാണം പോലുള്ള അപ്രായോഗിക ചിന്തകൾക്ക് പിന്നാലെ പോകുന്നതിനേക്കാൾ ഹോർമുസിലെ ഇറാന്റെ ഏകപക്ഷീയമായ നിയന്ത്രണങ്ങളെ നയതന്ത്രപരമായി എങ്ങനെ നേരിടുമെന്നതിലാണ് അന്താരാഷ്ട്ര സമൂഹം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. സൈനികമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അതൊരു പക്ഷേ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിക്കും സാമ്പത്തിക യുദ്ധത്തിനും വഴി തുറന്നേക്കാം.